തൃശൂർ ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. KSEB വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണ് എച്ചിപ്പാറ സ്വദേശി അബ്ദുൽ ഖാദർ മരിച്ചതെന്ന് ആരോപിച്ച് നാട്ടുകാർ ഇന്ന് രംഗത്ത് വന്നു. ആരോപണം വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി തള്ളിക്കളഞ്ഞു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് കോട്ടയം മുണ്ടക്കയത്ത് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ മരിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. സർക്കാരിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നൽകുക. നാട്ടുകാരുടെ പ്രതിഷേധം. ശക്തമായ മഴയിൽ വെള്ളിയാഴ്ചയാണ് ചിമ്മിനി ഡാമിന് സമീപം കൂറ്റൻ മരം കടപുഴകി വീണത്. വൈദ്യുതി ലൈനിനു മുകളിൽ വീണ മരം കഴിഞ്ഞ ദിവസം മുറിച്ചു നീക്കവെയാണ് പ്രദേശവാസിയായ അബ്ദുൽ ഖാദർ മരിച്ചത്. വലിയ മരത്തടി അബ്ദുൽ ഖാദറിന്റെ ദേഹത്ത് പതിക്കുകയായിരുന്നു. വനം വകുപ്പ് ആവശ്യപ്പെട്ട പ്രകാരമാണ് അബ്ദുൽ ഖാദർ മരം മുറിച്ചു നീക്കാൻ എത്തിയത്. KSEBക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ അയച്ചു മാറ്റണം, എന്നാലേ മുറിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. രണ്ടാമത് അയച്ച് പണിയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് സംഭവിച്ചാണ്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും KSEB വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല. ശരിക്കും ഖാദറിനെ ഒരു കൊലപാതകത്തിലേക്ക് തള്ളിവിടുക ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഘാതകർ തന്നെയാണ് ഈ KSEB ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യണം. ഇതിന് നീതി നടപ്പിലാക്കുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധം തുടരും. KSEBക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. മരം വീണാണ് മരിച്ചത്. അതിന് KSEB എന്താ ചെയ്യുക? ഇതാണ് പൊതുവെയുള്ള സ്ഥിതി. എന്ത് വന്നാലും KSEBന്റെ തലയിൽ വരുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടെ മുണ്ടക്കയത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് കാഞ്ഞിരപ്പള്ളി അഗ്നിരക്ഷാസേന ഓഫീസിലെ ഹോംഗാർഡ് KS സുരേഷ് മരിച്ചു. വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞുകിടന്ന മരം മുറിച്ചു മാറ്റുന്നതിനിടെയായിരുന്നു അപകടം. 24 തൃശൂർ.